ഹലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് മാലകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, കുറേ നാൾ മുൻപ് എന്നോട് ആൾക്കാർ ചോദിക്കുമായിരുന്നു ഡെയിലി യൂസിന് പറ്റിയ മഞ്ചാടി മാല ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അതിന് പറ്റിയ മാലയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കെട്ടി കിടക്കുന്നത്. ഇത് മഞ്ചാടി കരിമണി മാലയാണ്. ഇവിടെ ക്രിസ്റ്റൽ ബീഡ്സാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻറ്ററിൽ ആയിട്ട് മഞ്ചാടി കൊടുത്തേക്കാണ്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് നിങ്ങൾ നനയ്ക്കരുത്. നനവ് പറ്റുന്ന സാഹചര്യമൊക്കെ മാക്സിമം ഒഴിവാക്കുക. പക്ഷേ നമുക്ക് ഡെയിലി യൂസിന് കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ മാലയാണ്. ഇത് കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പം ഞാൻ തന്നെ ഉപയോഗിച്ചതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു മാല ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും. വലിയ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, ഞാൻ എപ്പോഴും എല്ലാ ദിവസവും തന്നെ ഈ മാലയാണ് ഇപ്പോൾ ഇടുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമുക്കിന്നൊരു ത്രെഡിൻ്റെ മാലയുണ്ട് കേട്ടോ. സെൻട്രൽ ലോക്കറ്റാണ് വെച്ചിരിക്കുന്നത്, കണ്ടോ. ഞാൻ കൊടുത്തേക്കുന്നത് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ മാലയുടെ വില. ഇത് വേണ്ടവർ ഇൻബോക്സ് ചെയ്യുന്ന മാലകൾ. ഇതൊന്ന് മഞ്ചാടി നെക്ലേസ് ആണ് കേട്ടോ, കണ്ടോ. നമുക്ക് കഴുത്തിന് ചേർന്ന് നിൽക്കുന്ന ടൈപ്പാണ്. ഇങ്ങനെ ഇടാം. ഇതിൻ്റെ മാച്ചിങ് ഇയറിങ്സ് വരുന്നുണ്ട് കേട്ടോ. ഈ അടുത്തിടെ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാലയാണിത്. ഇത് നമുക്ക് 2 ടൈപ്പിൽ ഇടാം കേട്ടോ. പുറകിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണിത്. എനിക്കിത് ഓർഡർ തന്ന മിനി ചേച്ചിയാണ്. ഇതിൻ്റെ മാച്ചിങ് ഇയറിങ്സ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതൊരു മഞ്ചാടി അടുക്കുമാല. നമുക്ക് ഇറക്കത്തി ഇടാം. അതല്ല അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴുത്തിലേക്ക് ചേർത്ത് ഇടുകയും ചെയ്യാം. ഇങ്ങനെ ഇടാം. ഇതും നന്നായിട്ട് മൂവിങ് ആവുന്ന ഐറ്റമാണ് കേട്ടോ. 2-3 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചു. അടുത്ത സെക്ഷനിലെ മാലയാണിത്, മഞ്ചാടി അടുക്കുമാല. പിന്നെ നമുക്ക് ഈ ആഴ്ച നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പോയ ഐറ്റമാണ് ജപമാലകൾ. 11 മണി കൊന്താന്ന് പറയും, അല്ലെങ്കിൽ 10 ബീഡ്സ് റോസറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഇടയ്ക്ക് ചെയിനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്, സിൽവറിൻ്റെ ചെയിനാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ വലിയ ടൈപ്പും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജപമാല. അപ്പം ഇതിനും ഓർഡർ ഉള്ളതാണ്. ഇങ്ങനത്തെ ജപമാലകൾ കുറേ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ നല്ലവണ്ണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മാലകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ചിലപ്പം ഒരു 5 തൊട്ട് 10 ദിവസം വരെ താമസം വരും. അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി തരാൻ ഞാൻ നോക്കാം. വേറെ എന്താണ്, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ 2024 തീരാൻ പോവാണല്ലേ. പെട്ടെന്ന് ഒരു വർഷം ഓടിപ്പോയി. പറഞ്ഞ സമയം കൊണ്ട് ക്രിസ്മസ് ആയി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത മാസം ക്രിസ്മസാണ്, ഡിസംബറാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം എന്നായിരുന്നു. ഞാനത് നേടി. ഇനിയിപ്പം എൻ്റെ ബ്രാൻഡൊന്ന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. കണ്ണാന്തരയെന്ന പേരിൽ എനിക്ക് ബ്രാൻഡ് കിട്ടി. അത് മാക്സിമം ആളുകൾക്ക് എത്തിക്കുക, അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. വേറെ എന്താണ്, വേറെ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതുപോലെയൊക്കെ അങ്ങ് പോയാൽ മതി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.